ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിതാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസമായി. ഇന്നെനിക്ക് കുറച്ച് ഓക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുക. രാവിലെ ദോശയായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പകുതി ഞാൻ അതിൽ തന്നെ മിനിയാന്ന് കാണിച്ച ലിസ്റ്റാണ്. എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും 3 ട്രിപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊന്നും തിരിഞ്ഞില്ല. ഒരുപാട് ലിസ്റ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ. മിനിയാന്നത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഓക്കെ ഉണ്ട്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തലവേദന മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാബ്ലറ്റും കഴിച്ചിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാം. അമ്പലത്തിൽ പോയി ചോറ് വയ്ക്കാം. പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. ഏടാന്നൊന്നും അറിയില്ല. അവിടെ ഫ്ലവറൊക്കെ വെക്കണ്ടായിരുന്നു. ഈ ഒരു പൂവാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് എന്തായാലും വാങ്ങിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനതൊരെണ്ണം വാങ്ങിച്ചു. അവിടെ എന്നായിരുന്നു തെയ്യം കൂടുന്നത്. അപ്പം ഇന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല പരിപാടി. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ നേരെ ഞങ്ങൾ അംഗൻവാടിയിൽ കയറാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് അംഗൻവാടിയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. MLA CH കുഞ്ഞുമ്പുവാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിള്ളേർക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അംഗൻവാടിയാണ് കിട്ടിയത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു അംഗൻവാടി ആയിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ എല്ലാം ഹൈടെക്ക് മാത്രമല്ലേ. ഇവിടെ എത്തി. കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാം. ഉച്ചയായിട്ടുള്ള സമയം. ഇതൊക്കെയാണ് ബൂസ്റ്റ്. നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് തിരിച്ചെടുക്കണം. എന്താണെന്നറിയില്ല, ചിലപ്പോൾ കാലാവസ്ഥേൻ്റെ ആയിരിക്കും വന്നത്. സൗണ്ട് ഒരുവിധം ഓക്കെ ആയി, സെറ്റാണ്. കാലാവസ്ഥേൻ്റെ ആയിരിക്കും. എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക. കഥ പറയില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ അവിടുന്ന് ഹോസ്റ്റലിനായതുകൊണ്ട് ഞാൻ പുറത്തൊന്നും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും അറിയില്ല. പിന്നെ നന്നായിട്ട് തണുത്ത വെള്ളം കുടിച്ചു. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. നമുക്ക് ഇനോഗ്രേഷൻ ആയതുകൊണ്ട് ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കുറച്ച് 2-3 സ്ഥലത്ത് കളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ക്ഷീണം വന്നു. പിന്നെ അപ്പോൾ ഒക്കെ കുടിച്ചത് വെള്ളം തണുത്ത വെള്ളമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എനിക്ക് ഇൻഫെക്ഷനൊക്കെ വന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം. ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് കാലാവസ്ഥ കുറേ പേർക്കുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പം ഞാൻ ഓക്കെയാണ്. പക്ഷെ മിനിയാന്നൊക്കെ നല്ല ടയേർഡായിരുന്നു. ഹോസ്റ്റലേഴ്സിനെയും പറയാതിരിക്കാൻ വയ്യ. അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അവരാ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാൻ നമുക്ക് ഇതേ അവസ്ഥയില്ല. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നേരെ ക്ഷീണമായിട്ടൊന്നും വയ്യായിരുന്നു. അപ്പോൾ അവരെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്ന് മുഴുവൻ ഒരു കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം എനിക്ക് അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഓക്കെയാണ്. ഞാനിപ്പം ചെറിയൊരു തലവേദനയും ചെറിയൊരു തൊണ്ടവേദനയും മാത്രമേ ഉള്ളൂ. ഇപ്പം വലിയ സീനില്ല. നാളെ തിരിച്ച് വീണ്ടും പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശരിയാവും. അപ്പോൾ ബൈ ഗൈസ്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിച്ചിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം ഗൈസ്. കഞ്ഞി കുടിച്ചിട്ട് അല്പം വിശ്രമിക്കാം, റെസ്റ്റിലേക്ക് മടങ്ങാം. കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് വീണ്ടും കിടക്കാം. പക്ഷേ ഫുൾ ടൈം കിടന്നുകൊണ്ടിരുന്നാൽ നമുക്ക് തല പൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ടയേർഡായതുകൊണ്ട് നമുക്ക് കുറച്ച് കിടക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പനി വ്ളോഗ്. ബൈ ഗൈസ്. എല്ലാവരും സേഫായിട്ട് വിട്ടിരിക്കുക.